വചനം 173. ഇന്നമ ഹറമ, അവൻ നിഷിദ്ധമാക്കിയിട്ടുള്ളത്, അലൈക്കും, നിങ്ങൾക്ക്, അൽ മൈതത, ശവം മാത്രം, വദ്ദമ, രക്തവും, വലഹ്മ, മാംസവും, അൽ ഖിൻസീരി, പന്നിയുടെ, വമ, യാതൊന്നും, ഉഹില്ല ബിഹി, അതുകൊണ്ട് അഥവാ അതുമൂലം ശബ്ദമുയർത്തപ്പെട്ടിരിക്കുന്നു, ഉറക്കെ ശബ്ദിക്കപ്പെട്ടിരിക്കുന്നു, ലിഗൈരില്ലാഹി, അല്ലാഹു അല്ലാത്തവർക്കായി, ഫമാനി, എന്നാൽ വല്ലവനും, ഇൽതുറ, നിർബന്ധത്തിലകപ്പെട്ടു, നിർബന്ധിതനായി, ഗൈറ ബാഗിൻ, കാക്ഷിക്കുന്നവനല്ലാത്ത നിലയിൽ, ധിക്കാരം ചെയ്യുന്നവനല്ലാതെ, വല ആദിൻ, അതിക്രമം ചെയ്യുന്നവനുമല്ലാതെ, അതിരുവിട്ടവനുമല്ലാതെ, ഫല ഇസ്മ, എന്നാൽ കുറ്റമില്ല, പാപമില്ല, അലൈഹി, അവൻ്റെ മേൽ, ഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു, ഗഫൂറുൻ, വളരെ പൊറുക്കുന്നവനാണ്, റഹീമുൻ, കരുണാനിധിയാണ്. إنما حرم عليكم الميتة والدم ولحم الخنزير وما أهل به لغير الله فمن اضطر غير باغ ولا عاد فلا إثم عليه إن الله غفور رحيم. ശവവും രക്തവും പന്നിമാംസവും അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി ശബ്ദം ഉയർത്തപ്പെട്ടതും അഥവാ അറുക്കപ്പെട്ടതും മാത്രമേ അവൻ നിങ്ങൾക്ക് ഹറാമാക്കിയിട്ടുള്ളൂ അഥവാ നിഷിദ്ധമാക്കിയിട്ടുള്ളൂ. എന്നാൽ നിയമലംഘനം കാക്ഷിക്കുന്നവനല്ലാതെയും അതിരുവിട്ടവനല്ലാതെയും ആരെങ്കിലും നിർബന്ധിതനാകുന്ന പക്ഷം അവൻ്റെ മേൽ അതിൽ കുറ്റമില്ല. നിശ്ചയമായും അല്ലാഹു വളരെ പൊറുക്കുന്നവനാണ്, കരുണാനിധിയാണ്. വചനം 173 വിശദീകരണം. മനുഷ്യരെ പൊതുവായും സത്യവിശ്വാസികളെ പ്രത്യേകമായും സംബോധന ചെയ്തുകൊണ്ട് ഈ ഭൂമിയിലെ വിശിഷ്ട വസ്തുക്കളെ ഭക്ഷിക്കുവാൻ അനുവദിച്ചു കൊടുത്ത അനുഗ്രഹത്തിന് അവർ നന്ദി ചെയ്യുവാനും പിശാചിനെ പിൻപറ്റിക്കൊണ്ട് ആ അനുഗ്രഹത്തെ അവഗണിക്കാതിരിക്കുവാനും കൽപ്പിച്ച ശേഷം വളരെ കുറഞ്ഞ വസ്തുക്കളെ മാത്രമേ യഥാർത്ഥത്തിൽ അല്ലാഹു നിയമവിരുദ്ധമാക്കിയിട്ടുള്ളൂവെന്നും അവ ഇന്നതൊക്കെയാണെന്നും ഈ വചനത്തിൽ അല്ലാഹു അറിയിക്കുന്നു. നിരോധിച്ച വസ്തുക്കൾ ആകെ 4 ഈ വചനത്തിനു പുറമെ സൂറത്ത് മാഇദ 4 സൂറത്ത് അൻആം 145 സൂറത്തു നഹൽ 115 ഈ വിഷയം പ്രസ്താവിച്ചിട്ടുണ്ട്. ഈ വചനത്തിലുള്ളതുപോലെ പ്രത്യേക വിശദീകരണമൊന്നും കൂടാതെയാണ് സൂറത്തു നഹലിലെ ആയത്തും ഉള്ളത്. മാഇദയിലെയും അൻആമിലെയും ആയത്തുകളിൽ വിഷയം കുറെ കൂടി വിശദീകരിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഇവിടെ ഒരു ചുരുങ്ങിയ വിവരണം കൊണ്ട് മതിയാക്കി കൂടുതൽ വിവരണം നമുക്ക് ആ 2 സൂറത്തുകളിലേക്കും നീട്ടിവെക്കാം. വമിനല്ലാഹി തൗഫീഖ്. നിഷിദ്ധമാക്കപ്പെട്ട വസ്തുക്കൾ ഇവയാകുന്നു: അൽ മൈത്തത്ത് അഥവാ ശവം. അറവുകൊണ്ടല്ലാതെ രോഗം കൊണ്ടോ പരുക്കുകൊണ്ടോ ജീവൻ നഷ്ടപ്പെട്ട എല്ലാ ശവങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. എന്നാൽ സമുദ്രത്തിൽ നിന്നു വേട്ടയാടി പിടിക്കപ്പെടുന്ന വസ്തുക്കൾ ഇതിൽ നിന്നു ഒഴിവാണെന്ന് സൂറത്ത് മാഇദ 99 നിന്നും മത്സ്യവും വെട്ടുകിളിയും ഒഴിവാണെന്ന് ഹദീസുകളിൽ നിന്നും വ്യക്തമാകുന്നതുകൊണ്ട് കരജീവികളുടെ ശവമാണ് ഉദ്ദേശമെന്ന് മനസ്സിലാക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, 2 ശവങ്ങളും 2 രക്തങ്ങളും നമുക്ക് അനുവദനീയമാക്കപ്പെട്ടിരിക്കുന്നു. അതായത് മത്സ്യവും വെട്ടുകിളിയും കരളും പ്ലീഹയും. അഹ്മദ്, ഇബ്നു മാജ, ഹാക്കിം. ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഒരു പ്രസിദ്ധ സംഭവത്തിൽ സമുദ്രത്തിൽ നിന്നു കരക്കടിഞ്ഞ ഒരു ചത്ത തിമിംഗലത്തെ സഹാബികൾ ഭക്ഷിച്ചതായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെ അനുകൂലിച്ചതായും ബുഖാരിയും മുസ്ലിമും റഹിമഹുമുള്ള ഉദ്ധരിച്ചിരിക്കുന്നു. 2. അദ്ദമ് അഥവാ രക്തം. മാംസത്തിൽ പറ്റിപ്പിടിച്ചു നിൽക്കുന്ന രക്തത്തിന് വിരോധമില്ലെന്നും ഒഴുകി വരുന്ന രക്തമാണ് വിരോധിക്കപ്പെട്ടിരിക്കുന്നതെന്നും സൂറത്ത് അൻആമിലെ 145 ആയത്തിൽ നിന്നും മനസ്സിലാക്കാം. അവിടെ മസ്ഫൂഹ് അഥവാ ഒഴുക്കപ്പെട്ടത് എന്ന് രക്തത്തെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. 3. ലഹ്മുൽ ഖിൻസീർ
അഥവാ പന്നിമാംസം. സാധാരണ നിലക്ക് ഭക്ഷിക്കപ്പെടാറുള്ളത് മാംസമായതുകൊണ്ട് മാംസം എന്ന് പറഞ്ഞുവെങ്കിലും പന്നിയുടെ എല്ല് മുതലായ അംശങ്ങളും വിരോധിക്കപ്പെട്ടതു തന്നെ. പന്നിയെ നിഷിദ്ധമാക്കുവാൻ കാരണം അത് മ്ലേച്ഛമായ ഒരു വസ്തുവാണ്. ഫഇന്നഹു റിജ്സുൻ എന്ന് അൻആമിൽ പറയുന്നുണ്ട്. പന്നി അറുക്കപ്പെട്ടതായാലും അല്ലെങ്കിലും നിഷിദ്ധം തന്നെ. 4. മാ ഉഹില്ല ബിഹി ലിഗൈരില്ലാഹി അഥവാ അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി ശബ്ദം ഉയർത്തപ്പെട്ടത്. അല്ലാഹു അല്ലാത്ത മറ്റാരുടെയെങ്കിലും, അത് വിഗ്രഹങ്ങളോ മഹാന്മാരോ പിശാചുക്കളോ ആരു തന്നെ ആയാലും ശരി, നാമത്തിലോ അവരുടെ പ്രീതിക്ക് വേണ്ടിയോ അറുക്കപ്പെട്ടത് എന്നാണിതുകൊണ്ട് വിവക്ഷ. അല്ലാഹു അല്ലാത്തവർക്ക് നേർച്ചയോ വഴിപാടോ ആയി അറുക്കപ്പെട്ടതും യാഗം, ബലി മുതലായവയ്ക്കായി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള സ്ഥാനങ്ങളിൽ വെച്ച് അറുക്കപ്പെട്ടതുമെല്ലാം ഇതിൽ ഉൾപ്പെടുന്നതാണ്. അറുക്കപ്പെട്ടത് എന്ന ഉദ്ദേശത്തിൽ മാ ഉഹില്ല ബിഹി അഥവാ ശബ്ദം ഉയർത്തപ്പെട്ടത് എന്ന വാക്ക് പ്രയോഗിച്ചിരിക്കുന്നതിനെപ്പറ്റി ഖുർആൻ വ്യാഖ്യാതാക്കൾ പ്രസ്താവിച്ചതിൻ്റെ സാരം ഇബ്നു ജരീർ റഹിമഹുല്ല പറയുന്നത് കാണുക. മാ ഉഹില്ല ബിഹി എന്ന് പറയുവാൻ കാരണം അവർ അഥവാ മുശ്രിക്കുകൾ തങ്ങളുടെ ദൈവങ്ങൾക്ക് വഴിപാടാക്കപ്പെട്ടിരുന്ന വസ്തുക്കളെ അറുക്കുവാൻ ഉദ്ദേശിക്കുമ്പോൾ ആ ദൈവങ്ങളുടെ പേരുകൾ പറയുകയും അത് ഉച്ചത്തിൽ ശബ്ദിക്കുകയും ചെയ്യുമായിരുന്നു. ഇങ്ങനെ പതിവായി പോന്ന് അവസാനം ദൈവങ്ങളുടെ പേര് പറഞ്ഞോ പറയാതെയോ ഉച്ചത്തിൽ ശബ്ദിച്ചോ അല്ലാതെയോ അറുക്കുന്ന എല്ലാവർക്കും മുഹില്ല് അഥവാ ശബ്ദം ഉയർത്തുന്നവൻ എന്ന് പറയപ്പെട്ടു വന്നു. മാ ഉഹില്ല ബിഹി ലിഗൈരില്ലാഹി അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി ശബ്ദം ഉയർത്തപ്പെട്ടത് എന്ന് അല്ലാഹു പറഞ്ഞതിലെ ശബ്ദം ഉയർത്തൽ അഥവാ ഇഹ്ലാൽ കൊണ്ട് വിവക്ഷ ഇതാണ്. ഹജ്ജിലോ ഉംറയിലോ തൽബിയത്ത് പറയുന്നവൻ ശബ്ദം ഉയർത്താറുള്ളതുകൊണ്ട് അവനെപ്പറ്റി മുഹില്ല് അഥവാ ശബ്ദം ഉയർത്തുന്നവൻ എന്ന് പറയുന്നതും അടിക്കുറുപ്പ്. ഹജ്ജിലും ഉംറയിലും ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് എന്ന് തുടങ്ങുന്ന ദിക്ർ ചൊല്ലപ്പെടാറുള്ളതിനാണ് തൽബിയത്ത് എന്ന് പറയപ്പെടുന്നത്. വിശദീകരണം തുടരുന്നു. ശിശു ജനിക്കുമ്പോൾ അത് ഒച്ചയിട്ട് കരയുന്നതിനും മഴ നിലത്ത് വീണ് ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കുന്നതിനും ഇസ്തിഹ്ലാൽ അഥവാ ശബ്ദം ഉയർത്തിക്കാട്ടുക എന്ന് പറയുന്നതും ഈ കൂട്ടത്തിൽപ്പെട്ടതാണ്. അടിക്കുറുപ്പ്. മാസപ്പിറവി കണ്ടു വിളിച്ചു പറയുന്നതിലും ഈ വാക്ക് ഉപയോഗിക്കപ്പെടാറുണ്ട്. വിശദീകരണം തുടരുന്നു. ഇബ്നു ജരീർ റഹിമഹുമുള്ളയുടെ പ്രസ്താവനയിൽ നിന്ന് ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അറുക്കുമ്പോൾ ആരുടെ പേര് പറഞ്ഞു എന്നല്ല നോക്കേണ്ടത്, ആർക്കു വേണ്ടിയാണ് അഥവാ ആരുടെ പേരിലോ പ്രീതിക്കോ വേണ്ടിയാണ് അറുക്കപ്പെടുന്നത് എന്നാണ് നോക്കേണ്ടത്. അല്ലാഹു അല്ലാത്ത ആരുടെ പേരിലോ ആരുടെ പ്രീതിക്കോ ആർക്ക് നേർച്ച വഴിപാടായോ അറുക്കപ്പെട്ടാലും അതെല്ലാം ഈ വാക്കിൽ ഉൾപ്പെടുന്നതും ഭക്ഷിക്കുവാൻ പാടില്ലാത്തതുമാകുന്നു. അല്ലാഹു അല്ലാത്തവരിൽ വിഗ്രഹങ്ങളും മഹാന്മാരും ദേവീദേവന്മാരും വിശിഷ്ടന്മാരും നികൃഷ്ടന്മാരും എന്നിങ്ങനെയുള്ള വ്യത്യാസമില്ലാതെ എല്ലാ വസ്തുക്കളും ഉൾപ്പെടുന്നതാണ്. അലി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് മുസ്ലിം റഹിമഹുമുള്ള ഉദ്ധരിച്ച ഒരു നബിവചനത്തിൽ വലഅനല്ലാഹു മൻ ദുബിഹ ലിഗൈരില്ലാഹി അഥവാ അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി അറുത്തവനെയും അല്ലാഹു ശപിച്ചിരിക്കുന്നു എന്ന വാക്യത്തിൻ്റെ വ്യാഖ്യാനത്തിൽ ഇമാം നവവി റഹിമഹുല്ല ഇപ്രകാരം പ്രസ്താവിച്ചത് കാണാം. അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി അറുക്കുക എന്നതുകൊണ്ട് ഉദ്ദേശം അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ അറുക്കുക എന്നാകുന്നു. അതായത് വിഗ്രഹത്തിനോ കുരിശിനോ മൂസ അലൈഹിസ്സലാമിനോ ഈസാ നബി അലൈഹിസ്സലാമിനോ കഅബ മുതലായതിനോ വേണ്ടി അറുക്കുന്നതുപോലെ ഇതെല്ലാം ഹറാമാകുന്നു. ഈ അറുക്കപ്പെട്ടത് ഭക്ഷിക്കൽ അനുവദനീയവുമല്ല. അറുത്തവൻ മുസ്ലിമോ ക്രിസ്ത്യാനിയോ യഹൂദിയോ ആയിക്കൊള്ളട്ടെ. ഷാഫിഈ റഹിമഹുല്ല ഇത് വ്യക്തമായി പ്രസ്താവിച്ചിട്ടുണ്ട്. നമ്മുടെ ആൾക്കാർ അഥവാ പണ്ഡിതന്മാർ അതിൽ യോജിക്കുകയും ചെയ്തിരിക്കുന്നു. അല്ലാഹുവല്ലാത്ത ഏതൊന്നിനായി അറുക്കപ്പെട്ടുവോ അതിനെ ബഹുമാനിക്കലും ആരാധിക്കലും കൂടി അതോടൊപ്പം കരുതിയിട്ടുണ്ടെങ്കിൽ അത് കുഫ്റുമാണ് അഥവാ അവിശ്വാസവുമാണ്. അറുത്തവൻ മുമ്പ് മുസ്ലിമായിരുന്നാൽ അവനിപ്പോൾ മതഭ്രഷ്ടനാകുകയും ചെയ്തു. മിൻ ഷറഹി മുസ്ലിം. സുൽത്താൻ്റെ അഥവാ ഭരണാധിപന്റെ സ്വീകരണവേളയിൽ അദ്ദേഹത്തിൻ്റെ സാമീപ്യം ഉദ്ദേശിച്ചുകൊണ്ടുള്ള അറവ് ഹറാമാണെന്നും അത് അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി അറുക്കപ്പെട്ട മാ ഉഹില്ല ബിഹി ലിഗൈരില്ലാഹിയിൽ പെടുമെന്നും അദ്ദേഹത്തിൻ്റെ വരവിലുള്ള സന്തോഷപ്രകടനമെന്ന നിലക്കാണെങ്കിൽ
വിരോധമില്ലെന്നുമുള്ള ചില അഭിപ്രായങ്ങളും തുടർന്നുകൊണ്ട് നവവി റഹിമഹുല്ല ഉദ്ധരിച്ചു കാണാം. അപ്പോൾ അറുക്കുമ്പോൾ അള്ളാഹുവിൻ്റെ പേര് പറഞ്ഞ് അറുത്താൽ തന്നെയും അള്ളാഹു അല്ലാത്ത ഏതെങ്കിലും ആളുടെയോ വസ്തുവിൻ്റെയോ ബഹുമാനാർത്ഥം അറുക്കുന്നതും നിഷിദ്ധമാണെന്ന് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാവുന്നതാണ്. ഈ വചനത്തിൽ പ്രസ്താവിച്ച 4 വസ്തുക്കൾക്ക് പുറമേയാണെന്ന് ബാഹ്യത്തിൽ തോന്നാവുന്നതും വാസ്തവത്തിൽ ഈ 4-ൽ തന്നെ ഉൾപ്പെടുന്നതുമായ ചില ഇനങ്ങളെപ്പറ്റി സൂറത്ത് മാഇദയിലും ഇവയ്ക്ക് പുറമെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില വസ്തുക്കളെക്കുറിച്ച് വിരോധിച്ചതായി ഹദീസുകളിലും കാണാം. ആദ്യത്തേതിനെപ്പറ്റി സൂറ മാഇദ 4-ൻ്റെയും രണ്ടാമത്തേതിനെപ്പറ്റി സൂറ അൻആം 145-ൻ്റെയും വ്യാഖ്യാനത്തിൽ വെച്ച് നമുക്ക് സംസാരിക്കാം ഇൻഷാ അല്ലാഹ്. ഈ 4 വസ്തുക്കളും നിഷിദ്ധങ്ങളാകൊണ്ട് അവ ഉപയോഗിക്കുന്നത് അള്ളാഹുവിൻ്റെ അടുക്കൽ ശിക്ഷാർഹമായ പാപമാണെന്ന് പറയേണ്ടതില്ല. എന്നാൽ നിർബന്ധിതാവസ്ഥ നേരിടുന്ന പക്ഷം അപ്പോൾ അവ ഉപയോഗിക്കുന്നതിന് തെറ്റില്ലെന്ന് അള്ളാഹു അറിയിക്കുന്നു. സഹിക്കവയ്യാത്ത വിശപ്പോ ദാഹമോ ഉണ്ടാകുകയും ഇവയിൽ ഏതെങ്കിലുമല്ലാതെ മറ്റൊന്നും കിട്ടാതിരിക്കുകയും ചെയ്യുക എന്നത്രേ നിർബന്ധിതാവസ്ഥ കൊണ്ട് ഉദ്ദേശം. പക്ഷേ ഇതിലും ചില ഉപാധികളുണ്ട്. നിയമത്തെ ലംഘിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ടാവരുത്, ആവശ്യത്തിൽ കവിഞ്ഞുകൊണ്ടുമാവരുത്. അഥവാ നിഷിദ്ധ വസ്തുക്കളെ ഉപയോഗിക്കുവാൻ സ്വന്തം നിലക്ക് ആഗ്രഹം തോന്നാതിരിക്കുകയും അസഹനീയമായ വിഷമത്തിൽ നിന്നും മോചനം ലഭിക്കുവാനുള്ള അളവിൽ കവിയാതിരിക്കുകയും വേണം. ഇസ്ലാമിക ഭരണകൂടത്തിനെതിരിൽ രാജ്യദ്രോഹം നടത്തുക, കൊള്ളയും കവർച്ചയും നടത്തുക മുതലായ അക്രമപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടത് നിമിത്തമാണ് നിർബന്ധിതാവസ്ഥ നേരിട്ടതെങ്കിൽ ഈ ആനുകൂല്യം അങ്ങനെയുള്ളവർക്ക് ബാധകമാകുന്നതല്ലെന്ന് ഈ ഉപാധികളെ വ്യാഖ്യാനിച്ചുകൊണ്ട് ചില മഹാന്മാർ അഭിപ്രായപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഇത്തരം അക്രമപ്രവർത്തനങ്ങൾ തെറ്റായതുകൊണ്ട് ഒരാൾ അയാളുടെ ജീവനെ പട്ടിണിയിട്ട് കൊല്ലുകയെന്ന തെറ്റ് ഇല്ലാതാകുന്നു. അതുകൊണ്ട് നിർബന്ധിതാവസ്ഥയിലുള്ള ഈ ആനുകൂല്യം അവർക്കും ബാധകം തന്നെയാണെന്നുമാണ് ഇബ്നു ജരീർ റഹിമഹുല്ല മുതലായവരുടെ അഭിപ്രായം. ഈ ആനുകൂല്യത്തെയും ഉപാധിയെയും സംബന്ധിച്ച് മാഇദയിലെ ആയത്തിലെ വാചകം ഇപ്രകാരമാകുന്നു: ഫമനിൽ തുർറ ഫീ മഖ്മസത്തിൻ ഗൈറ മുതജാനിഫിൻ ലിഇസ്മ ഫഇന്നല്ലാഹ ഗഫൂറുർ റഹീം. അഥവാ എന്നാൽ ആരെങ്കിലും കുറ്റത്തിലേക്ക് ചായ്വു കാണിക്കാതെ കഠിന വിശപ്പിലായി നിർബന്ധിതനായാൽ അപ്പോൾ അള്ളാഹു നിശ്ചയമായും പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു.